എല്ലാവർക്കും എം കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് അഗ്രികൾച്ചറൽ എക്കണോമിക്സിന്റെ ഇൻഡിഫറൻസ് കർവ് ഓർഡിനൽ യൂട്ടിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ജൂലൈ 4-നാണ് അഗ്രികൾച്ചറൽ ഓഫീസർ എക്സാം. അപ്പൊ നമ്മൾ ഇത്ര നാൾ പഠിച്ചതും എല്ലാം ബേസിക്കലി ഒബ്ജക്റ്റീവ് ഏരിയ ബേസ് ചെയ്ത് തന്നെ ആ മാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു പോവുക. ഇപ്പം ഇനി പഠിപ്പിക്കാൻ പോകുന്ന പോർഷൻസിലാണെങ്കിലും ഓരോ പോർഷൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്ത് തിയറികൾ മനസ്സിലാക്കുക. കാരണം അതിനകത്ത് അത് ബേസ് ആണ്. ആ ബേസിൽ നിന്ന് അവർ എന്ത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. അല്ലാണ്ട് വരുന്ന ഏതൊരു പോർഷൻസ് ആണെങ്കിലും അതിൽ നിന്നുള്ളത് നിങ്ങൾ ഒബ്ജക്റ്റീവ് ലെവലിൽ മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡിഫറൻസ് കർവ് അതാ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഫോർ ഓർഡിനൽ അപ്രോച്ച് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ഡെവലപ്പ് ചെയ്തത് എന്താണ് എന്നുള്ളതൊക്കെ. അപ്പം ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഹിറ്റ്സ് ആൻഡ് അലൻ. ആൻഡ് ഹിയർ എന്താണ് നമ്മൾ യൂട്ടിലിറ്റി, നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി പറഞ്ഞിരുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് യൂട്ടിൽസ് എന്നുള്ള ടേംസ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ യൂണിറ്റിന് എനിക്ക് ഇത്രയാണ് കിട്ടുന്നത് എന്നുള്ളത്. പക്ഷേ ഓർഡിനൽ അപ്രോച്ചിൽ നമുക്ക് ക്വാളിറ്റേറ്റീവ്ലി മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കൺസ്യൂമർ ക്യാൻ സിംപ്ലി കമ്പാരിസൺ ആണ് തരത്തിൽ ഓർഡിനൽ നമ്മൾ ചെയ്യുന്നത്. എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആപ്പിൾ ആണോ ഓറഞ്ച് ആണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ പ്രിഫറൻസിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് എനിക്ക് ആപ്പിളിന് ഇത്ര 20 യൂട്ടിൽസ് ഉണ്ട് അല്ലെങ്കിൽ ഓറഞ്ചിന് 15 യൂട്ടിൽസ് ആണ് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. അപ്പം അതാണ് അവിടെ ഹിയർ യൂട്ടിലിറ്റി കനോട്ട് ബി മെഷർഡ് പ്രിസൈസ്ലി ബട്ട് ദി കൺസ്യൂമർ ക്യാൻ സ്റ്റേറ്റ് വിച്ച് ഓഫ് ദി ടു കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ഹി പ്രിഫേഴ്സ് വിത്തൗട്ട് ഡിസ്ക്രൈബിംഗ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെങ്ത് ഓഫ് ഹിസ് പ്രിഫറൻസ്. അപ്പം ആ അപ്പം മാഗ്നിറ്റ്യൂഡ് പറയേണ്ട ആവശ്യമില്ല, പ്രിഫറൻസിന്റെ ആ മാഗ്നിറ്റ്യൂഡ് പറയേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഈ അസംഷൻസ് നമ്മൾ ഓരോ യൂട്ടിലിറ്റിയുടെ കേസുകൾ പറയുമ്പോൾ നമ്മൾ അസംഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ നമ്മൾ അസംഷൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവിലെ മെയിൻ അസംഷൻസ് എന്ന് പറഞ്ഞാൽ റാഷണാലിറ്റി. റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കൺസ്യൂമർ അയാളുടെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, യൂട്ടിലിറ്റി മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്തണം എന്നുള്ളതാണ്. ആ പ്രോഡക്റ്റ് കൊണ്ട് മാക്സിമം യൂട്ടിലിറ്റി കിട്ടണം എന്നുള്ളതാണ് അയാളുടെ റാഷണാലിറ്റി അസംഷൻ എന്ന് പറഞ്ഞത്. പിന്നെ യൂട്ടിലിറ്റി ഓർഡിനലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. കാരണം ഈ ഇറ്റ് കനോട്ട് ബി മെഷേർഡ്, അവിടെ നമുക്ക് പ്രിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ നോൺ സെറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർക്ക് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ എല്ലാം കൂടുതൽ വേണം എന്നുള്ളതാണ് അയാളുടെ സെറ്റേഷൻ. അപ്പൊ സാറ്റിസ്ഫാക്ഷൻ ആണ് സെറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോൺ സെറ്റേഷൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൂടുതൽ ഗുഡ്സ് വേണം എന്നുള്ളതാണ് വേറൊരു അസംഷൻ. പിന്നെ മേജർ അസംഷൻ എന്ന് പറഞ്ഞാൽ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, അതിനെക്കുറിച്ച് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതേ ക്ലാസ്സിൽ നമുക്ക് ലാസ്റ്റ് പഠിക്കും. അപ്പം അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഇപ്പൊ അറിയേണ്ടത് ഇൻഡിഫറൻസ് കർവ് തിയറി ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, എന്ന് വെച്ചാൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റിനനുസരിച്ച് ഒരു യൂണിറ്റ് എക്സ് മാറിയിട്ട് മറ്റേ യൂണിറ്റ് വൈ, അപ്പം എക്സും വൈ പറഞ്ഞ രണ്ട് കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റ് എക്സ് ഗിവ് അപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു യൂണിറ്റ് വൈ മേടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് രണ്ടുകൂടെ മേടിക്കാൻ പറ്റില്ല. എന്റെ പ്രിഫേർഡ് ഇൻകം, എന്റെ ഒരു ഗിവൺ ഇൻകത്തിൽ എനിക്ക് രണ്ടുകൂടെ മേടിക്കാൻ പറ്റില്ല. അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഡിമിനിഷിംഗ് ആയിരിക്കണം എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ദി കൺസ്യൂമർ ഡിപ്പെൻസ് ഓൺ ദി ക്വാണ്ടിറ്റീസ് ഓഫ് ദി കമ്മോഡിറ്റീസ് കൺസ്യൂംഡ്. ആ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും സ്വാഭാവികമായിട്ടും. എത്ര ക്വാണ്ടിറ്റി, ആ ടോട്ടൽ യൂട്ടിലിറ്റി എപ്പോഴും എന്താ പറയണ്ടേ, അതിന്റെ എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് അതിനെ. പിന്നെ ട്രാൻസിറ്റിവിറ്റി ഓർ കൺസിസ്റ്റൻസി ഓഫ് ചോയ്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഗുഡ് എ ആണ് ഗുഡ് ബി യെക്കാളും പ്രിഫേർഡ് എങ്കിൽ ഗുഡ് ബി ഗുഡ് സി യെക്കാളും ഇതാണെങ്കിൽ ഗുഡ് എ ആയിരിക്കും ഗുഡ് സി യെക്കാളും പ്രിഫേർഡ് എന്നുള്ളതാണ്. ഇപ്പം പ്രിഫറൻസ് ഇപ്പം നോക്കാൻ ഗുഡ് എ ടു ഗുഡ് ബി ആൻഡ് പ്രിഫേഴ്സ് ഗുഡ് ബി ടു ഗുഡ് സി ആൻഡ് ദെൻ ദ കൺസ്യൂമർ ഷുഡ് പ്രിഫർ ഗുഡ് എ ടു ഗുഡ് സി എന്നുള്ളതാണ്. ഇപ്പൊ എ ഇസ് ഈക്വൽ ടു ബി ആണ്, ബി ഇസ് ഈക്വൽ ടു സി ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു സി നമ്മൾ പറയുന്നത്. അത്രയും നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ ഒക്കെ പറഞ്ഞ പോലെ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഉണ്ട്. ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ ഒരു ടാബുലാർ സ്റ്റേറ്റ്മെന്റിലെ ഷോസ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ടു കമ്മോഡിറ്റീസ് yielding ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ഗുഡ്സ് ഉണ്ട്, ഗുഡ് എക്സ് ഗുഡ് വൈ. അതിനകത്ത് ആദ്യത്തെ കോമ്പിനേഷനിൽ ഒരു യൂണിറ്റ് ഗുഡും എക്സും മറ്റേത് 15 യൂണിറ്റ് ഗുഡ് വൈ എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ഗുഡ് എക്സ് കൂടി വരുന്നു, ഗുഡ് വൈ കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് ഇന്നത്തെ കാണാൻ വരുന്നത് ഇവിടെ നമ്മൾ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എത്രയാണ് ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഇതൊരാൾ പ്രിഫർ ചെയ്യുകയാണ്, ഞാൻ ഒരു ഗുഡ് യൂണിറ്റ് എക്സ് മേടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 15 യൂണിറ്റ് ഗുഡ് വൈ വേണം, എന്നാലേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പം പറയാണ്
അപ്പൊ ഞാൻ ഒരാളോട് ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ യൂണിറ്റ് എക്സോടെ മേടിക്കുകയാണെങ്കിൽ എത്ര യൂണിറ്റ് വൈ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യും? ഞാൻ 4 യൂണിറ്റ് വരെ ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത് എന്ത് ടു കമ്മോഡിറ്റീസ് yielding ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ലെവൽ സെയിം ആണ്. ആ ടോട്ടലി നമ്മൾ ഈ പറഞ്ഞ എല്ലാ കോമ്പിനേഷനിലും സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ്. ഓക്കെ, ഇൻഡിഫറൻറ്റ് ഷെഡ്യൂളിലെ സ്റ്റേറ്റ്മെന്റുകൾ അത് ഓർത്തിരിക്കണം. ടാബുലർ സ്റ്റേറ്റ്മെന്റ് ആണ് ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ടു കമ്മോഡിറ്റീസ് yielding ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം. ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ളത്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം ABCD എന്ന് പറയുന്ന പോയിന്റുകൾ. ഈ പോയിന്റുകൾ ദീസ് ലോക്കസ് ഓഫ് പോയിന്റ്സ് റെപ്രസെന്റിങ് വേരിയസ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന് ഫുഡ്, ഒന്ന് ക്ലോത്തിങ്. അപ്പം ഇവിടുത്തെ ഈ രണ്ട് കമ്മോഡിറ്റീസിനെ നമ്മൾ ഇതിന്റെ വേരിയസ് ലോക്കസ് ഓഫ് പോയിന്റ്സ് ആ ജോയിൻ ചെയ്യുന്നതാണ് തരത്തിൽ എന്ത്. ആൻഡ് ഈ എല്ലാ പോയിന്റുകളിലും, ഈ കർവിലുള്ള എല്ലാ പോയിന്റുകളിലും എന്താ സംഭവിക്കുന്നത്? ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ഐസോ യൂട്ടിലിറ്റി ആണ് അവിടെ തരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഈ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ കർവ് അഥവാ ഐസോ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ 12 യൂണിറ്റ് ക്ലോത്ത് മേടിക്കുമ്പോൾ 1 യൂണിറ്റ് ഫുഡ്. അപ്പം ഗിവ് അപ്പ് ചെയ്യുന്നത് അപ്പം അത്രയും എന്ന് വെച്ചാൽ അത് റാഷണലി നമ്മൾ സംസാരിക്കണം. അതിനകത്ത് ഇപ്പൊ 4 യൂണിറ്റ് ഫുഡ്, ഇപ്പൊ 1 യൂണിറ്റ് ഫുഡ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് കയറാൻ പറ്റും? 1 യൂണിറ്റ് അത് കയറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അവിടെ നോക്കേണ്ടത് ഇൻഡിഫറൻസ് കർവ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് of various combination of two goods which yield the same level of satisfaction to the consumer. ഇനി ഇൻഡിഫറൻസ് മാപ്പ് എന്താണുള്ളത്? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ കുറെ ഇൻഡിഫറൻസ് കർവുകൾ ഉള്ളതാണ്. ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവുകൾ ഉള്ളതാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഷോസ് ഓൾ ദി ഇൻഡിഫറൻസ് കർവ്സ് which rank the preferences of the consumer combination of goods situated on ദി ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഓരോ കർവുകൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരാളുടെ തന്നെ പ്രിഫറൻസുകളാണ്. ഇത് ഒരു പർട്ടിക്കുലർ ഇൻകത്തിലുള്ള ഇൻഡിഫറൻസ് കർവാണ്. ഇത് അയാളുടെ ഇൻകം കൂടുകയാണെങ്കിൽ അയാളുടെ ഇൻഡിഫറൻസ് എത്ര ആവും എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഓരോ IC കർവുകളും ഹയർ ലെവൽ ഓഫ് IC കർവുകൾ കാണിക്കുന്നത് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓരോ IC കർവുകളും ഓരോ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്, കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓർക്കേണ്ടതാണ് ഇൻഡിഫറൻസ് കർവിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രോപ്പർട്ടീസുകളാണ് ഉള്ളതെന്ന്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ടു ദി റൈറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് സ്ലോപ്പ് നമ്മളിത് കാണാൻ പറ്റുന്നുണ്ട്. നോക്കിയാൽ മതി, ഇതിനകത്ത് കാണാം സ്ലോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൗൺവേർഡ് ടു ദി റൈറ്റ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്കിത് പാരലൽ ആവാം, വെർട്ടിക്കലി ഹൊറിസോണ്ടലി പാരലൽ ടു എക്സ് ആക്സിസ് ആവാം, അല്ലെങ്കിൽ വെർട്ടിക്കലി പാരലൽ ടു വൈ ആക്സിസ് ആവാം, അല്ലെങ്കിൽ എന്താ പറയണ്ടത് ഇങ്ങനെയും വേണമെങ്കിൽ വരാം. മനസ്സിലായോ? ഇത് ഇങ്ങനെയും വേണമെങ്കിൽ വരാം. പക്ഷെ ഇത് എന്തുകൊണ്ട് അങ്ങനെ വരാത്തെന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് ദിസ് മീൻസ് ദാറ്റ് വെൻ ദി എമൗണ്ട് ഓഫ് വൺ ഗുഡ് ഇൻ ദ കോമ്പിനേഷൻ ഇസ് ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ദി അതർ ഗുഡ് ഇസ് റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാരലൽ ആണെങ്കിൽ ഇപ്പം ഒരു ലൈൻ പാരലൽ ടു വൺ ഓഫ് ദി ആക്സിസ് ആണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് ഏതെങ്കിലും ഒരു ഗുഡിന്റെ ഇത് കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ്. കോൺസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞിട്ട് മറ്റേ ഗുഡ് എനിക്ക് അങ്ങനെ തന്നെ നിൽക്കുകയും മറ്റേ എന്താ സംഭവിക്കാം? അത് എക്കണോമിക്കലി പോസിബിൾ അല്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ പാരൽ ആണെങ്കിൽ അയാൾക്ക് എന്താണ്, അയാൾക്ക് ആ ഗുഡിനെ മാറ്റാണ്ട് തന്നെ ഓരോ ഇൻഫിനിറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് മറ്റേ ഗുഡ് മേടിച്ചുകൊണ്ടിരിക്കാനേ പറ്റും, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇൻ കേസ് ഇപ്പം ഈ കർവ്, നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെയാണ് ഇരിക്കുന്നെങ്കിൽ എന്താ പറയണ്ട, ഇപ്പം വരച്ച് കാണിച്ചു തരാം. ഇപ്പൊ കർവ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ പോയിന്റിലും ഇത്രയും വെച്ചിട്ടാണ് മാറുന്നത്. അപ്പൊ ഈ പോയിന്റുകളിൽ മാറുന്നു പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അത് വളരെ കുറവാണ്. അപ്പം ഇവിടെ യൂണിറ്റ് ഓഫ് വൈയും യൂണിറ്റ് ഓഫ് എക്സ്, വൈ യൂണിറ്റ് ഓഫ് എക്സ്, ഈ എക്സിന്റെ യൂണിറ്റ് എക്സിന്റെ അതെന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ക്വാണ്ടിറ്റിയിലായിരിക്കും വരുന്നത്. അപ്പം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിക്രീസിങ് ആവത്തില്ല. ആ അസംഷൻ നമ്മൾ ഓൾറെഡി ഇൻഡിഫറൻസ് കർവിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അർത്ഥത്തിൽ ഇറ്റ് ഷുഡ് ബി സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ടു ദി റൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഡൗട്ട് വരുവാണെങ്കിൽ മാത്രം മതി. ജസ്റ്റ് അതിനകത്തെ പ്രോപ്പർട്ടീസ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇപ്പം
പ്രോപ്പർട്ടീസ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ടു ദി റൈറ്റ്. രണ്ടാമത് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. കോൺവെക്സ് എന്ന് പറയുന്നത് എന്താ, ഈ ഈ പോയിന്റിൽ കോൺവെക്സ് ടു ദി ഒറിജിൻ, ഈ പോയിന്റിൽ അത് കോൺവെക്സ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് ഇൻഡിഫറൻസ് കർവ് ബേസ്ഡ് ഓൺ ദി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് ഫോർ വൈ MRS diminishes as more and more of x is substituted for y എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഓരോ പോയിന്റിലും എന്ത് സംഭവിക്കുന്നത്, അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണം. അവിടെ ഓരോ പോയിന്റിലും എന്താണ് വൈക്ക് അനുസരിച്ച് എക്സ്, ഇവിടെ നോക്ക് ഗുഡ് 2ഉം ഗുഡ് 1. ഓരോ പോയിന്റിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാണ്. ഈ പോയിന്റിൽ ഇത്ര സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ പോയിന്റിൽ ഇത്ര സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ ഡിഫറൻസ് കണ്ടോ, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, ഈ ഡിഫറൻസ് കുറവാണ്. മനസ്സിലായോ? അപ്പം ഗിവ് അപ്പ് ചെയ്യേണ്ട ഇത് കൂടുതലാണ്. ഇത്രയും ഗിവ് അപ്പ് ചെയ്താലാണ് എനിക്ക് ഇത്രയും ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും യൂണിറ്റ് ഗിവ് അപ്പ് ചെയ്ത് എനിക്കപ്പം ഈ പോയിന്റിൽ നിന്ന് ഇത്രയും ആഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ അസംഷൻ, മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഇന്റർസെക്ട് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്, ഒരു രണ്ട് പോയിന്റുകൾ ഇന്റർസെക്ട് ചെയ്താൽ നമ്മൾ പറയുന്നത് ഈ ഇൻഡിഫറൻസ് കർവിലെ ഓരോ ലൈനിലും ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ ഇൻഡിഫറൻസ് കർവിലെ ഓരോ ലൈനിലും വേറെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് പറയുന്നത് ഈ കർവിലും ഈ പോയിന്റില് ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ രണ്ട് ഇൻഡിഫറൻസ് കർവ് തരും എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ഒരു ഇൻഡിഫറൻസ് കർവിന് തരാൻ പറ്റില്ല. ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷന് ഒരു ഇൻഡിഫറൻസ് കർവേ തരത്തുള്ളൂ. മറ്റൊരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനിലേക്ക് വേറെ ഇൻഡിഫറൻസ് കർവ് തരുന്നത്. ആ രണ്ടും ഇന്റർസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറൻസ് കർവിലും ഒരേ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ രണ്ട് ലെവൽ ഓഫ് ഇൻകത്തിൽ എനിക്ക് ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത് എന്നുള്ള രീതിയിലാണ്. അതങ്ങനെ സംഭവിക്കില്ല. പിന്നെ ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് IC1. ഇതിനകത്ത് ഈ IC1, IC2, IC3 പറയുമ്പോൾ IC1 എന്ന് പറയുന്നത് കുറവായിരിക്കും, IC2 പിന്നെ അങ്ങോട്ട് IC4 ആണ് ഏറ്റവും കൂടുതൽ. ഇനി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ പ്രോപ്പർട്ടീസ് നമ്മൾ വരച്ചു, കോൺവെക്സ് ടു ദി ഒറിജിൻ, ഡു നോട്ട് ഇന്റർസെക്ട്. പിന്നെ ഹയർ ലെവലില് ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, ഫസ്റ്റ് പോയിന്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ടു ദി റൈറ്റ്. സോ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താന്ന് നോക്കാം. അപ്പൊ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൂൾ ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണ്. ഇൻഡിഫറൻസ് കർവ് ടെക്നിക്കിന്റെ ടൂൾ ആയതുകൊണ്ടാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ഈ MRS XY എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് y which the consumer has to give up for the gain of one additional unit of x എന്നുള്ളതാണ്. സോ ദാറ്റ് ഹിസ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ റിമെയിൻസ് ദ സെയിം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ് ഹിസ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ റിമെയിൻസ് ദ സെയിം എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് y നമ്മൾ ഗിവ് അപ്പ് ചെയ്ത് അതിന് പകരം ഒരു യൂണിറ്റ് y അല്ല, എത്ര യൂണിറ്റ് y ഗിവ് അപ്പ് ചെയ്താലാണ് ഒരു യൂണിറ്റ് x എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് മൈ സാറ്റിസ്ഫാക്ഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അപ്പൊ ഈ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. MRS XY എന്ന് പറയുന്നത് നമ്പർ ഓഫ് റീപ്ലേസ്ഡ് ഗുഡ് y ബൈ നമ്പർ ഓഫ് ആഡഡ് ഗുഡ് x എന്നുള്ളതാണ്. അപ്പൊ റീപ്ലേസ്ഡ് ബൈ ആഡഡ് ആണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്, അവിടെ MRS XY എന്ന് പറയുന്നത്. അപ്പം ഇവിടെ MRS XY എന്ന് പറയുന്നത് എന്താ, ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ചിന് എന്താണ്, ആ നമ്പർ ഓഫ് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇനിഷ്യലി ഇപ്പൊ 10 യൂണിറ്റ് y ഉണ്ടായിരുന്നു, പിന്നെ 8 യൂണിറ്റ് y ആയി എന്ന് വെക്കുക. അപ്പൊ എത്ര ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താ, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആഡഡ് ഗുഡ് എക്സ്. അപ്പൊ എത്ര ഗുഡ് ആഡ് ആയി, ഒരു ഗുഡ് ആഡ് ആയി. അപ്പൊ 2/1 2 എന്ന് പറഞ്ഞ് വരുന്നത് വെക്കുക എക്സാമ്പിൾ. അപ്പൊ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് ഇത്. MUX ബൈ MUY എന്ന് പറയും. അത് ഇസ് ഈക്വൽ ടു MUX ബൈ ഇവിടെ MUX ബൈ MUY ഇസ് ഈക്വൽ ടു ഡെൽറ്റ U ബൈ ഡെൽറ്റ എക്സ്. എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? കാരണം നമുക്ക് MUന്റെ ഇക്വേഷൻ അറിയാം. MU ഇസ് ഈക്വൽ ടു എന്താ, ഡെൽറ്റ ടി യു എന്ന് പറയുന്നത് എന്താ, ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ബൈ എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റിയെ കൊണ്ട് നമ്മളുടെ അതിന്റെ ക്വാണ്ടിറ്റി, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി വെച്ച് ചെയ്യുമ്പോഴാണ് MU കിട്ടുന്നത്. അപ്പൊ ഇവിടെ MUX ബൈ MUY, ഈ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി രണ്ടിലും കോൺസ്റ്റന്റ്. അപ്പൊ TUX ഇസ് ഈക്വൽ ടു TUY അല്ലെ. എന്ന് പറഞ്ഞാൽ TUX ഇസ് ഈക്വൽ ടു TUY എന്ന് പറഞ്ഞു കഴിഞ്ഞാല് TUX എന്ന് പറയുന്നത് എന്താ, MUX ഇൻറ്റു ഡെൽറ്റ എക്സ്, MUY ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് പറയുമ്പോൾ ഇവിടെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു MUX ബൈ MUY. അത് എഴുതുമ്പോൾ നമുക്ക് വരുന്നത് MUX ഇൻറ്റു ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു MUY ഇൻറ്റു ഡെൽറ്റ വൈ തന്നെയാണ്.
അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. കാരണം MR6Y എന്ന് പറയുന്നത് MUX/MUY ആണ്. XY ആണ് Δy/Δx1 തിരിഞ്ഞു വരുന്നത്. MRS is indicated by the slope of an indifference curve. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ഉണ്ടല്ലോ, ഈ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയും, ഈ ടാൻജന്റ് എന്ന് പറയുന്നത് എന്താ, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, അത് MRS/XY ആണ്. അപ്പൊ MRS ആണ് ആ സ്ലോപ്പിൽ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഡിമിനിഷിംഗ് മാർജിൻ, ഇപ്പം നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടാവും മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു യൂണിറ്റ് എക്സ് ആഡ് ചെയ്യാൻ എത്ര യൂണിറ്റ് വൈ കളയണം എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആസ് എക്സ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ വൈ സോ ആസ് ടു കീപ് ദ കൺസ്യൂമർ അറ്റ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദ മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഫോർ വൈ ഡിമിനിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വൈയുടെ അളവ് എന്ന് വെച്ചാൽ വൈ നമ്മൾ എത്രയാണ് കൊടുത്തത് ആദ്യം ഇവിടെ നമ്മൾ കണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് വൈ ഗിവ് അപ്പ് ചെയ്യേണ്ടതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. കണ്ട ഇവിടെ നമ്മൾ കണ്ട് ആദ്യം ഇത്ര യൂണിറ്റ് കളയണം, എന്നാൽ ഇത്ര യൂണിറ്റ് വൈ കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു യൂണിറ്റ് എക്സ് എനിക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് വെക്കാം. അടുത്തത് അതേപോലെ ഇതിപ്പോ ഡിസ്റ്റൻസ് തെറ്റാ, ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് വെച്ചോ, അപ്പം ഇത്രയും യൂണിറ്റ് ഇവിടെ നമ്മൾ അതിനുശേഷം കളയേണ്ടി വരുന്ന യൂണിറ്റ് ഈ ഡിസ്റ്റൻസിനേക്കാൾ ഇത് കുറവായിരിക്കും. അതേ ഡിസ്റ്റൻസ് വീണ്ടും ഇവിടെ ഇത്രയും വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഡിസ്റ്റൻസ് കുറഞ്ഞു വരും എന്നുള്ളതാണ്. ഡിമിനിഷിംഗ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ വൈയുടെ ഗിവ് അപ്പ്, നമ്മൾ വൈ ഗിവ് അപ്പ് ചെയ്യേണ്ടത് വളരെ കുറവാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് ആദ്യം എക്സ് ഉണ്ടായിരുന്നില്ല, എക്സ് ഉണ്ടാവാത്ത സമയത്ത് സ്വാഭാവികമായിട്ട് എക്സ് വേണം എന്ന ആഗ്രഹം ഉണ്ടാവും. ഒരു കൺസ്യൂമറിന് രണ്ട് പ്രോഡക്റ്റും കയ്യിൽ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കും, അയാൾ ഒരു എക്സ് മേടിക്കാനായിട്ട് കുറെ എമൗണ്ട് ഓഫ് വൈ കൊടുക്കാൻ വരെ അയാൾ തയ്യാറാവും. പക്ഷെ രണ്ടാമതൊരു എക്സ് ഓൾറെഡി എക്സ് ഉണ്ട്, അപ്പൊ രണ്ടാമതൊരു എക്സ് കിട്ടുമ്പോൾ ഓക്കെ എനിക്ക് എക്സ് ആവശ്യമുണ്ട് എന്നുള്ളത് ചിന്തിക്കാം. അപ്പം ആ സമയത്ത് വൈ കൊടുക്കുന്നത് വളരെ കുറച്ചുകൂടെ കുറവായിരിക്കും ആദ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ. വീണ്ടും ഒരു എക്സ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഓൾറെഡി രണ്ട് യൂണിറ്റ് ഓഫ് എക്സ് ഉണ്ട്, വീണ്ടും എനിക്ക് എക്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഗിവ് അപ്പ് ചെയ്യേണ്ട വൈയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. അതാണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡിമിനിഷിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർവ് എന്ത് ചെയ്യുന്നത്, സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആവുന്നത്. ഇപ്പൊ അത് ഇൻക്രീസിംഗ് മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അത് എന്താ നമ്മുടെ ഷേപ്പ് ഇങ്ങനെ വന്നേനെ, ഈ ഷേപ്പ് വന്നേനെ. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും ഇൻക്രീസിംഗ് ആണത്, മനസ്സിലായോ, ഇൻക്രീസിംഗ് മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി നമ്മൾ അറിയേണ്ടത് പ്രൈസ് ലൈൻ ഓർ ബഡ്ജറ്റ് ലൈൻ എന്താണ്. പ്രൈസ് ലൈൻ ഓർ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഷോസ് ഓൾ ദ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ദ ടു ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. രണ്ട് ഗുഡ്സിനെ അയാളുടെ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ രണ്ട് ഗുഡിനെ എങ്ങനെ അയാൾക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഒരു ഗുഡ് എക്സ് ഒരു ഗുഡ് വൈ ഉണ്ടെന്ന് വെക്കാം. ഗുഡ് എക്സിന്റെ വില ഇപ്പൊ 5 രൂപയെന്ന് വെക്കാം, ഗുഡ് വൈയുടെ വില 10 രൂപയെന്ന് വെക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ ഗുഡ് എക്സിന്റെ എത്ര എണ്ണം മേടിക്കാൻ പറ്റും, 10 എണ്ണം മേടിക്കാൻ പറ്റും. വൈയുടെ ആണെങ്കിൽ 5 എണ്ണം മേടിക്കാൻ പറ്റും. അപ്പൊ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ കണ്ട ഇങ്ങനെ വരും. ഇപ്പൊ ഇത് എക്സും വൈ ആണെന്ന് വെക്കാം. അപ്പം എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇവിടുത്തെ ഈ ഗുഡ് വൈ മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗുഡ് എക്സ് ഇത്രയും മേടിക്കാൻ പറ്റും, ഗുഡ് എക്സ് മേടിക്കുന്നില്ല ഗുഡ് വൈ. അപ്പൊ ഈ രണ്ട് ലൈൻ ജോയിൻ ചെയ്യുന്ന ലൈനാണ് പ്രൈസ് ലൈൻ ഓർ ബഡ്ജറ്റ് ലൈൻ. അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. അപ്പം ഇതിന്റെ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ഓർ പ്രൈസ് ലൈൻ, ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇത് ഗീവ്സ് ദി പ്രൈസ് റേഷ്യോ. ഇതെന്ന് പറയുന്നത് എന്താ, പി വൈ, ഇത് പി എക്സ്. ഇത് ആംഗിൾ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് എന്താണ്, അഡ്ജസ്റ്റന്റ് സൈഡ്. അപ്പൊ ഇത് പി വൈ ബൈ പി എക്സ് അല്ലെങ്കിൽ പി എക്സ് ബൈ പി വൈ എന്നുള്ളത് വരും എന്നുള്ളതാണ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ഇസ് പി എക്സ് ബൈ പി വൈ. അത് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് നെഗറ്റീവ് സൈൻ ഉണ്ടാവും കേട്ടോ. ഇനി കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ അല്ലാണ്ട് ഏതാ പറയുന്നത്, നമ്മുടെ കാർഡിനൽ അപ്രോച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. MUX is equal to PX ആണ് അവിടുത്തെ കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പ്രൈസ് എന്തിനോട് ഈക്വൽ ആവണം, മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് ഈക്വൽ ആകുമ്പോൾ അയാൾക്ക് എന്തായി, ആ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആയി എന്നുള്ളതാണ് അവിടെ പറയുന്നത് നമ്മൾ. അപ്പൊ ഇവിടുത്തെ ഈ കേസിൽ നമ്മൾ പറയുന്നത് എ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ഹി ഈസ് ബൈങ് സച്ച് എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആസ് ലീവ്സ് ഹിം വിത്ത് നോ ടെൻഡൻസി ടു റീഅറേഞ്ച് ഹിസ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. അയാൾക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്ന് വെച്ചാൽ ഇന്ന ക്വാണ്ടിറ്റി ഓഫ് എക്സും ഇന്ന ക്വാണ്ടിറ്റി ഓഫ് വൈയും എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിനെ ഇനി റീഅറേഞ്ച് ചെയ്യാൻ താല്പര്യമില്ല. ആ പർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻട്രസ്റ്റിൽ അയാൾക്ക് റീഅറേഞ്ച് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, രണ്ടെണ്ണം ഉണ്ട്.
ഒന്നെന്ന് പറഞ്ഞാൽ MRS of good X and good Y must be equal to the ratio between prices of two goods budget or the given budget line should be tangent to the indifference curve. അതാണ് ഇത്രേ ഉള്ളൂ. സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് എന്താ? MRS അല്ലെ? സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ എന്താ? PX/PY ഈക്വൽ ആയിരിക്കണം. MRS എന്ന് പറഞ്ഞാൽ Δy/Δx. അത് തന്നെയാണല്ലോ MUX/MUY എന്ന് പറയുന്നത് PX/PY യോട് ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും കാണിച്ചു തരാം. കണ്ട ഇവിടെ ഇതാണ് ഇൻഡിഫറൻസ് കർവ്. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് കണ്ട ഈ ഒരു പോയിന്റിൽ ഇതാണ് ഈ ബഡ്ജറ്റ് ലൈനോടെ കോയിൻസൈഡ് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാവുന്ന ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എക്സും ഗുഡ് വൈനും. ഈ ക്വാണ്ടിറ്റിയിൽ ഈ പർട്ടിക്കുലർ ഇൻഡിഫറൻസ് കർവിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻഡിഫറൻസ് കർവ് ആണ്, അയാളുടെ ഇൻകം കൂടി എന്ന് വെക്കാം. അപ്പൊ അയാൾക്ക് ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ പറ്റും. IC2 എന്ന് വെക്കുക. IC2-ലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇയാളുടെ ബഡ്ജറ്റ് ലൈൻ വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഇതിനോട് പാരലായിട്ട് വരുന്നൊരു ലൈൻ വരും. അപ്പം ഹയർ ബഡ്ജറ്റ് ലൈൻ വരും. കാരണം അയാൾക്ക് കൂടുതൽ എമൗണ്ട് ഗുഡ് ബൈ മേടിക്കാൻ പറ്റും, കൂടുതൽ എമൗണ്ട് ഗുഡ് എക്സും മേടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈൻ പാരലായിട്ട് വരും. ഇപ്പൊ അയാളുടെ ഇൻഡിഫറൻസ് കർവ് കുറവാണെങ്കിൽ അയാൾക്ക് എന്ത് കഴിക്കും? കുറവേ മേടിക്കാൻ പറ്റൂ. അപ്പം അയാളുടെ ഇപ്പൊ പ്രൈസ് ലൈൻ ഇപ്പം നമ്മുടെ ഇൻഡിഫറൻസ് കർവ് കുറെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് പറഞ്ഞില്ലേ, 1, 2, 3 അങ്ങനെ കുറെ ഇൻഡിഫറൻസ് കർവ് ഉണ്ടാവും. അയാളുടെ ബഡ്ജറ്റ് ഇത്രയുള്ളെങ്കിൽ ഇതായിരിക്കും അയാളുടെ ഇൻഡിഫറൻസ് കർവിന്റെ പോയിന്റ്, ഈ പോയിന്റ് ആയിരിക്കും. അല്ലെങ്കിൽ അയാൾക്ക് ബഡ്ജറ്റ് ഇത്രയാണെങ്കിൽ ഇത്രയും, ബഡ്ജറ്റ് ഇത്രയാണെങ്കിൽ ഇത്ര, അങ്ങനെ. അപ്പൊ അറ്റ് ദ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം ദി ഇൻഡിഫറൻസ് കർവ് മസ്റ്റ് ബി കോൺവെക്സ് ടു ദി ഒറിജിൻ. അത് അടുത്ത പോയിന്റ്. ഈ പോയിന്റിൽ കോൺവെക്സ് ആയിരിക്കണം. കാരണം നമ്മൾ പറഞ്ഞ ഓൾറെഡി എന്താ, MRS is declining as X increases അല്ലേ? ഹെൻസ് ഇറ്റ് ഹാസ് ടു ബി കോൺവെക്സ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പറഞ്ഞാൽ IC എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ കൺസ്യൂമർ ആണ് കാണിക്കുന്നത്. ഓരോ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. therefore the satisfaction should always lie above the price. ഇവിടെ എന്തുകൊണ്ടാ പ്രൈസ് ലൈനിന് എബവ് ആയിട്ട് ഇൻഡിഫറൻസ് കർവ് കിടക്കുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാ? ഇവിടെ നമ്മൾ നോക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ. അപ്പം പ്രൈസ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എടുക്കണം. അപ്പം ഈ പോയിന്റുകളെല്ലാം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന പോയിന്റുകളാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് ഈ പോയിന്റുകളെല്ലാം ഈ ബഡ്ജറ്റ്, നിങ്ങൾ ഇപ്പൊ ഈ 60-30 എന്നുള്ള ബഡ്ജറ്റ് ലൈനിൽ ഈ പോയിന്റുകളെല്ലാം നോക്ക്, ഇതെല്ലാം മേടിക്കാൻ പറ്റില്ലേ? പക്ഷെ ഇത് അണ്ടർ സാറ്റിസ്ഫൈഡ് ആണ്. മനസ്സിലായോ? ഈ ബഡ്ജറ്റ് വെച്ചിട്ട് എനിക്ക് ഇവിടെ വരെ മേടിക്കാൻ പറ്റും. അപ്പം ഇതിൽ മേടിക്കാൻ പറ്റുന്ന ഇൻഡിഫറൻസ് കർവ് ഇതാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഇൻഡിഫറൻസ് കർവ് വെച്ച് വേണം ഞാൻ മേടിക്കാൻ എന്നുള്ളതാണ് അവിടെ ഗുഡ് എക്സ് ഗുഡ് വൈ. ഇക്വിലിബ്രിയം പോയിന്റിൽ കോൺവെക്സ് ആയിരിക്കണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നും. ജസ്റ്റ് ഓർക്കേണ്ടത് ഇതിന്റെ ബേസിക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടർ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഐസോകോണ്ട് അങ്ങനെയുള്ള എന്താ ഫാക്ടർ കർവ്, ഐസോകോണ്ട് കർവ്, അങ്ങനെ പല കർവുകൾ വരുന്നതിൽ നമുക്ക് ഇൻഡിഫറൻസ് കർവിന്റെ അനാലിസിസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. കോൺവെക്സ് ടു ഒറിജിൻ ആണ്. ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും തട്ടില്ല. അതുപോലെ തന്നെ ഐസോകോണ്ട് ഉണ്ട്. ഐസോകോണ്ട് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സെയിം ആണ്, രണ്ട് ഇത് വരുന്നതാണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് എന്താ പറയുന്നത്? അതിനകത്ത് അത് രണ്ടും കൂട്ടിമുട്ടില്ല. ദേ നോട്ട് ഇന്റർസെക്ട്. ഇറ്റ് ഷുഡ് ബി കോൺവെക്സ് ടു ദി ഒറിജിൻ എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ജനറൽ ആയിട്ട് കമ്പാരിസൺ നടത്താം. ഈ മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഇൻഡിഫറൻസ് കർവ് അനാലിസിസും. ഇതിനകത്ത് എന്താ പറയുന്നത്? ഒന്ന് ഓർഡിനൽ അപ്രോച്ച്, ഒന്ന് കാർഡിനൽ അപ്രോച്ച് ആണ്. പിന്നെ ഡെവലപ്പ് ബൈ മാർഷ് ആണ് കാർഡിനൽ അപ്രോച്ച്. മറ്റേത് അലൻ ഹെൻഡിക്സ്. ഇൻവോൾവ്സ് മെഷർമെന്റ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി. ഇവിടെ എന്ന് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി അല്ല മെഷർ ചെയ്യുന്നത്. ഇവിടെ MRS is found out directly by asking how much one commodity will be given for the gain in the other. എന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, അപ്പൊ ഇത്രയാണെങ്കിൽ ഇത്ര എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ അയാളുടെ ചോദിക്കുമ്പോൾ അയാൾ എന്താ പറയുന്നത്? എനിക്ക് 20 യൂട്ടിൽസ് ഉണ്ട് അല്ലെങ്കിൽ 30 യൂട്ടിൽസ് ഉണ്ടെന്ന് പറയണം എന്നുള്ളതാണ് മാർജിനൽ യൂട്ടിലിറ്റി അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു മാർജിനൽ യൂട്ടിലിറ്റിയിൽ മണി കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി. അതുകൊണ്ടാണ് നമ്മൾ MUX/PX MUM എന്നൊക്കെ എഴുതിയത്. അത് ഇവിടെ അവിടുത്തെ അസംഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അസംഷൻ ഇല്ല. ഇവിടുത്തെ അസംഷൻ നമ്മൾ പറഞ്ഞ റാഷണാലിറ്റി, പ്രിഫറൻസ്, ട്രാൻസിറ്റിവിറ്റി, പിന്നെ ആക്സിയം, മറ്റേ നമ്മുടെ ഡിമിനിഷിംഗ് മാർജിനായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന അസംഷൻസ്. ഓർത്തിരിക്കണം അസംഷൻസ് രണ്ടും. പിന്നെ ബേസ്ഡ് ഓൺ ഓൺലി വൺ കമ്മോഡിറ്റി, മറ്റേത് 2 or more കമ്മോഡിറ്റി. നമ്മൾ ഒന്നിൽ കൂടുതൽ കമ്മോഡിറ്റി മാർജിനൽ യൂട്ടിലിറ്റി വെച്ച് അനലൈസ് ചെയ്ത ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി വെച്ചിട്ടാണ്, അല്ലാണ്ട് മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസിലല്ല. അതുകൊണ്ട് അത് എടുത്ത് പറയുന്നത്. പിന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ MUX is equal to PX എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ
ഒന്ന് MRF(xi) ഈക്വൽ ടു PX/PY എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് പ്രൈസ് ലൈൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. പിന്നെ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. ഈ ഈ പർട്ടിക്കുലർ ഇൻഡിഫറൻസ് കർവ് ഓർത്തിരിക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് പോയിന്റുകൾ ഓർത്തിരിക്കേണ്ടതിൽ ഒന്ന് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ കോൺവെക്സ് ടു ഒറിജിൻ ഒന്നും ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് അത് നിങ്ങൾക്ക് മനസ്സിലാവും, അത് കാണുമ്പോൾ മനസ്സിലാവും. PX/PY ഈ ഇക്വേഷൻ എന്തായാലും ഓർത്തിരിക്കണം. Δy/Δx MUX/MUy. പിന്നെ ഇൻഡിഫറൻസ് കർവുകൾ അതിനെ കുറിച്ചുള്ളത്, പിന്നെ ഇൻഡിഫറൻസ് മാപ്പ്, പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ അസംഷൻസിലെ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്.